ശ്രമിക്കുന്നതെങ്കിൽ സുഖമായി തിരിച്ചു പോവുകയില്ല. ഞങ്ങൾ നിങ്ങളെ സുതാര്യമായി വിടാൻ തയ്യാറല്ല. ഖുവൈലിദിന്റെ ധീരമായ ശബ്ദം അങ്ങ് പോയി. രാത്രി തുബ്ബ കിടന്നുറങ്ങുമ്പോൾ അതാ തുബ്ബ എന്ന് പറയുന്ന ഭരണാധികാരി കാണുന്നത് ഖുവൈലിദ് അശ്വാരൂഢനായ ഒരു യോദ്ധാവിനെ പോലെ മുമ്പിലേക്ക് വന്ന് ഈ ഭരണാധികാരിയെ പിടിച്ച് പരാജയപ്പെടുത്തുന്നു. കഅബാലയത്തെ അടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് തുബ്ബ എന്ന ഭരണാധികാരി കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദ് തൽക്കാലം എടുക്കാനുള്ള മോഹം മാറ്റിവെച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഈ വാർത്തകളും വർത്തമാനങ്ങളും എല്ലാം പരന്നപ്പോൾ കഅബാലയത്തിന്റെ സ്നേഹിയായി സംരക്ഷകനായി ഖുവൈലിദ് വാഴ്ത്തപ്പെടുകയാണ്. ആ ഖുവൈലിദിന്റെ അരമനയിൽ ജനിച്ചു വീണ പുണ്യകുസുമമേ ഖദീജത്തുൽ കുബ്രാ. അവിടുത്തെ ഭവതിയാണ് ഖദീജത്തുൽ കുബ്രാ. ജനിച്ചു വീണത് നല്ല കച്ചവടക്കാരന്റെ മകളായി. കാണുന്നത് മുഴുവനും വർത്തക സംഘത്തിന്റെ ദലമർമരങ്ങൾ, കാണുന്നത് മുഴുവനും കച്ചവട സംഘത്തിന്റെ വരവ് പോക്കുകൾ. ഇത് കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഖുവൈലിദിന്റെ മകൾ കച്ചവടമറിയുന്നു. ചരക്കുകളുടെ വ്യതിയാനങ്ങളും വേലിയേറ്റങ്ങളും എല്ലാം കൃത്യമായി പഠിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങുന്ന സ്വഭാവമില്ല. ജാഹിലിയ്യത്തിലെ അരുതായ്മകളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയിൽ ഒരു സ്വപ്നം. വളർന്നു വരുന്ന കുമാരിയായ ഖദീജയുടെ മുമ്പിൽ ഒരു സ്വപ്നം വരികയാണ്. മക്ക മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വെളിച്ചം തന്റെ വീട്ടിലെ അടുക്കളയിലേക്ക് വരുന്ന സ്വപ്നം. ഖദീജ വിചാരിച്ചു, ഇതെന്തായിരിക്കും ഇതിന്റെ പുലർച്ച? എവിടെ നിന്നായിരിക്കും ഇത് പുലരാൻ പോകുന്നത്? ഏതായാലും സ്വപ്നം അവിടെ സൂക്ഷിച്ചു വെച്ചു. അതിന്റെ ഇടയിൽ സുന്ദരിയായ ഖദീജ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സഹോദരനുമായി, അഥവാ ഒരു ജാഹിലിയ്യത്തിലെ മറ്റൊരു കച്ചവടക്കാരനുമായി വിവാഹിതയായി. പ്രശ്നമൊന്നുമില്ലാത്ത വൈവാഹിക ജീവിതം. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും കാണാൻ പേര്, വാപ്പാക്കും മോനും കാണാൻ പേര്, വാപ്പാക്കും മോക്കും കാണാൻ പേര്, ഉമ്മാക്കും മോക്കും കാണാൻ പേര്. അങ്ങനെയാണ് അറബിയിൽ ആ പേര്. മകൾക്കും ഉണ്ടാവും, മാതാവിനും ഉണ്ടാവും, മകനും ഉണ്ടാവും, പിതാവിനും ഉണ്ടാവും, ആണിനും ഉണ്ടാവും, പെണ്ണിനും ഉണ്ടാവും. മനോഹരമായൊരു പേര്. ആ ഹിന്ദ് സുറാറ എന്ന് പറയുന്നയാൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അതിൽ ഒരു മകന്റെ പേര് ഹിന്ദ് എന്ന് തന്നെ, മറ്റൊരാളുടെ പേര് ഹാല. രണ്ടുപേരും പിൽക്കാലത്ത് സ്വഹാബികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഉദ്ധരിച്ചിട്ടുണ്ട്. ഹിന്ദ് എന്ന സ്വഹാബി പിൽക്കാലത്ത് അഭിമാനത്തോടെ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്റെ കുടുംബമാണ്. അങ്ങനെ ഇടക്കിടക്ക് ഹസനൈനിയെ സന്ദർശിക്കാൻ വരാറുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ കാണാം. ഏതായാലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവിനോടൊപ്പം നല്ല ജീവിതം. പക്ഷേ നീണ്ടു നിന്നില്ല. ഭർത്താവ് മരണപ്പെട്ടു പോയി. രണ്ടാമതൊരാളെ വിവാഹം കഴിച്ചു. അതീഖ് ബിൻ അബ്ദുൽ മഖ്ദൂമി എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൽ നിന്നും ഒരു മകളുണ്ടായി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വൈവാഹികമായ ജീവിതം അധികം നീണ്ടു നിന്നില്ല, അവിടെ അവസാനിച്ചു. അങ്ങനെ 3 മക്കളുടെ മാതാവായി. ഈ 3 മക്കളും പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിലേക്ക് വന്നിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരെല്ലാവരും സ്വഹാബികളാണ്. ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പിന്നീട് പ്രത്യേകിച്ച് അന്വേഷണങ്ങളൊന്നുമില്ല. ശാന്തമായി മക്കളെ നോക്കി വീട്ടിൽ കച്ചവട കാര്യങ്ങളും നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു വൃത്താന്തം. അറബ് ജനതയിലെ നല്ലൊരു മനുഷ്യനെ കുറിച്ചുള്ള വർത്തമാനം. എല്ലായിടത്തും ശ്രുതിയുണ്ട്. നമ്മുടെ നാട്ടിലെ അരുതായ്മകൾ ഒന്നും ഇടപെടാത്ത ഒരാൾ, അൽ അമീൻ അസ്വാദിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയും ആ കൂട്ടത്തിലാണ്. ആ കേട്ടുകൊണ്ടിരിക്കെ വീണ്ടും സ്വപ്നം കാണുകയാണ്. മക്കയെ മുഴുവനും ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു വെളിച്ചം വീട്ടിലേക്ക് കടന്നു വരുന്ന സ്വപ്നം. അതിനിടയിൽ ഖദീജ റളിയല്ലാഹു അൻഹ നടന്നു പോകുന്ന വഴികളിൽ സീറത്ത് ഇബ്നു ഹിശാമിൽ കാണാം, അതുപോലെ തന്നെ ഹലബിയിൽ കാണാം, പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, യൂസുഫ് സാലിഹിയുടെ സുബുൽ ഹുദയിൽ കാണാം, സീറയുടെ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പോകുന്ന വഴിയിലെല്ലാം
ചില പാതിരിമാർ ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. കഅബാലയത്തിന്റെ അടുക്കലേക്ക് ഒരിക്കൽ സ്ത്രീ ജനങ്ങൾ ഒരുമിച്ച് പോകുമ്പോ ഒരു പാതിരി ഓടി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വാഗ്ദത്ത പ്രവാചകൻ വരാനായിരിക്കുന്നു, നിങ്ങളിൽ ആർക്കാണ് ആ പ്രവാചകന്റെ അരമനയിൽ കൂടാൻ കഴിയുക എന്ന് വിളിച്ചു ചോദിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് ആ വിചാരം കടന്നു വന്നു. എപ്പോഴായിരിക്കും ആ വാഗ്ദത്ത പ്രവാചകൻ വരിക? എനിക്ക് ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ കഴിയുമോ? അറിയാതെ ചില സ്വപ്നങ്ങൾ ഇടയ്ക്ക് കൂടി കഴിഞ്ഞുപോയി. അതിന്റെ ഇടയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട കാര്യങ്ങൾ നോക്കി നടത്തുമ്പോൾ അബൂ ത്വാലിബ് എന്നവരുടെ അടുക്കലേക്ക് ഒരു അന്വേഷണം വരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടങ്ങളൊക്കെ നോക്കി നടത്താൻ നല്ല ഒരാളെ വേണം. അൽ അമീൻ, നിങ്ങളുടെ അൽ അമീൻ എന്ന പൊന്നുമോനെ, അനുജന്റെ മകനെ, എന്റെ കച്ചവട കാര്യങ്ങൾ മേൽനോട്ടം നടത്തിയിട്ട് സിറിയയിലേക്കൊന്ന് അയക്കാൻ വിട്ടുതരുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തെ നയിക്കേണ്ട നേതാവിന് ചില പരിശീലനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആടിനെ മേയ്ക്കാൻ നടക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപജീവനത്തിന് വേണ്ടി മാത്രമല്ല അത് നടത്തിയത്, ഈ സമുദായത്തെ മുഴുവനും നയിക്കുവാനുള്ള റിഹേഴ്സലാണ്. കാലത്തെ നയിക്കാനുള്ള നേതാവ് ആടിനെ നയിച്ചുകൊണ്ടൊരു ചെറിയ പരിശീലനം, അതിൽ നിന്നൊരു കൃത്യമായ മാതൃക അടയാളപ്പെടുത്തുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിറിയയിലേക്കുള്ള കച്ചവട സംഘത്തിൽ വിടാൻ ഖദീജ ക്ഷണിക്കുമ്പോ കച്ചവടത്തിന്റെ വഴികൾ അധികം അറിയില്ലെങ്കിലും വിശ്വാസയോഗ്യനായ ഒരു സൂക്ഷിപ്പുകാരനെയാണ് അവിടെ വേണ്ടത്. മൈസറ എന്ന അടിമയോടൊപ്പം സിറിയയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതിന്റെ മുമ്പ് ഈ സ്വപ്നങ്ങളുടെ പുലർച്ചെ ഇവിടെയാണെന്ന വിശ്വാസമൊന്നുമില്ല. ഏതായാലും അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 കഴിഞ്ഞ പ്രായക്കാരനാണ്. സുന്ദരനായ സുമുഖനായ സത്യവാനായ ആൾ. ആ ഹബീബിനെ പറഞ്ഞു വിടുന്നു. മൈസറായുടെ കൂടെ കച്ചവട സംഘത്തിൽ വിടുമ്പോ മൈസറ നോക്കുകയാണ്, പലരോടുമൊപ്പം ഞാൻ യാത്രയ്ക്ക് പോയിട്ടുണ്ട്, ഇതെന്തോ ഒരു വിശേഷങ്ങളുള്ള വ്യക്തിയാണ്. കാരണം നടക്കുന്ന വഴികളിൽ മുഴുവനും തുദില്ലുഹുൽ ഗമാമാ, മേഘക്കീറുകൾ തണൽ വിരിക്കുകയാണ്. സൂര്യന്റെ വെളിച്ചം ചൂട് ഹബീബിന്റെ പുറത്ത് തട്ടുന്നില്ല. അന്ന് നുബുവത്തിന്റെ പ്രഖ്യാപനം നടന്നിട്ടില്ലല്ലോ. മൈസറ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ഇതെന്തൊരു മനുഷ്യനാണ്. മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണൽ വഴിയിലൂടെ നടക്കുമ്പോഴും മേഘക്കീറുകൾ കുടവിരിച്ചു കൊടുക്കുന്നൊരു സ്വഭാവം അപ്പോൾ മുതൽ അടയാളപ്പെടുത്താൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ യാത്രകൾ മുഴുവൻ. വഴിയിലേക്ക് ചെല്ലുമ്പോ കാണുന്ന പാതിരിമാര് മുഴുവനും ചോദിക്കുന്നു, ഇതാരാണ്? ഇത് വാഗ്ദത്ത പ്രവാചകനല്ലേ? ഇത് ലോകത്തിന് കാത്തിരിക്കുന്ന നബിയല്ലേ? മുഖം കാണുന്ന ജനങ്ങൾ മുഴുവനും, പണ്ഡിതന്മാര് മുഴുവനും പ്രകീർത്തനങ്ങൾ ആലപിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. സിറിയയിൽ ചെല്ലുമ്പോൾ പൊടിപൊടിക്കുന്ന കച്ചവടത്തിൽ ലോക നേതാവിന്റെ നീതിബോധമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, എല്ലാവരും ഉള്ള ചരക്കിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചിട്ട് പറയുമ്പോ സുബ്ഹ് ത്വയ്ബാ മേ ഹുയി ബൾതാ ഹേ ബാളാ നൂർ കാ ആയാ ഹേ താരാ നൂർ കാ ആയാ ഹേ സാരാ നൂർ കാ. ലോകമാകമാനം വെളിച്ചം പകർന്നു കൊടുക്കേണ്ട പ്രഭാവത്തിന്റെ പ്രവാചകൻ കയ്യിലുള്ള ചരക്കിന്റെ ന്യൂനതകൾ വിളിച്ചു പറയുകയാണ്. ഇത്രയൊക്കെ ന്യൂനതയുള്ള ചരക്കാണ് ഞങ്ങളുടെ കയ്യിൽ, ഇത്ര വിലക്കാണ് കൊടുക്കാൻ ഞാൻ വന്നിട്ടുള്ളത്. സിറിയയുടെ കമ്പോളത്തിൽ നിന്നുകൊണ്ട് കച്ചവടം നടത്തുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ. സിറിയ വളരെ അനുഗ്രഹീതമായ നാടാണ്. ഹബീബിന്റെ പാദസ്പർശമേറ്റ ഭൂമി വിജ്ഞാനത്തിന്റെ വിളനിലമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലിയുടെ പാദം പതിഞ്ഞിട്ടുണ്ട്, രചന നടന്നിട്ടുണ്ട്.
അതിന്റെ ചാരത്ത് നവാ എന്ന ഗ്രാമത്തിൽ നിന്ന് ഇമാം നവവി തങ്ങളുടെ രചന ലോകത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇന്നും മക്കയിലും മദീനയിലും ചെന്നാൽ ഉന്നതരായ നിരവധി പണ്ഡിതന്മാർ സൂരികളാണ്. അവര് മുഴുവനും സിറിയയിൽ നിന്ന് വന്നവരാണ്. ഇന്ന് ഷാമിലും സിറിയയിലും നടക്കുന്ന പ്രശ്നങ്ങൾ ഈജിപ്തിൽ നടക്കുന്നതിന് സമാനമല്ല, അതുപോലെ മറ്റുള്ള രാജ്യങ്ങൾക്ക് സമാനമല്ല. ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഇസ്ലാമിക നാഗരികതയുടെ അസ്ഥിശിലകളില്ലായ്മ ചെയ്യൽ ചിലരുടെ താല്പര്യമാണ്. അല്ലാതെ യമൻ ഒരു സമ്പന്ന രാജ്യമല്ല, $100 രാജ്യമല്ല. ഇവിടുത്തെ 100 രൂപയ്ക്ക് അവിടെ ചെന്നാൽ 200 അതിലേറെയോ മൂല്യം കിട്ടുന്ന അത്രയും താഴ്ചയാണ് അവിടുത്തെ നോട്ടിന്റെ വില. അത്രയും സാമ്പത്തികമായി താഴെയുള്ള രാജ്യം. പിന്നെന്തിനാണ് US-ന്റെ പൈലറ്റില്ല വിമാനം പറക്കുന്നത്? അവിടെ ചില സാംസ്കാരികതയുടെ അസ്ഥിശിലകൾ അവിടെയുണ്ട്. എന്താണ് സിറിയയിലേക്ക് നോക്കുമ്പോ ഇടക്കിടക്കൊക്കെ ഉപരോധത്തിന്റെ വാക്ക് പടിഞ്ഞാറ് നിന്ന് വരുന്നത്? അവിടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദം ചലിച്ച ഭൂമിയാണ്. ഇത് പ്രാർത്ഥന ഫലിച്ച രാജ്യമാണ്. ഇത് പ്രാർത്ഥനയും പാദവും ഫലിച്ച രാജ്യമാണ്. ഇപ്പൊ ഞാൻ ആനുകാലിക അറബ് രാഷ്ട്രീയത്തിലേക്ക് പോവുകയല്ല. കുറച്ച് വ്യത്യസ്തതയോടെ വായിക്കേണ്ട 2 അധ്യായമാണ് സിറിയയും യമനും. കാരണം കഅബാലയത്തിന്റെ ഒരു കോർണറിന്റെ പേര് റുക്നുശ്ശാമി, മറ്റൊരു കോർണറിന്റെ പേര് റുക്നുൽ യമാനി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ പിടിച്ച രാജ്യങ്ങളാണ് യമനും അതുപോലെ ഷാം എന്ന് പറയുന്ന പ്രവിശ്യയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഷാമിലേക്ക് ചെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുതാര്യമായ കച്ചവടം നടത്തി കൊടുക്കുകയാണ്. അപ്പോഴാണ് നല്ല വിലക്കു തന്നെ ന്യൂനത പറയുന്ന സാധനത്തിന് ആളുകൾ വന്ന് നല്ല നിലയിൽ വാങ്ങിക്കൊണ്ടുപോകുമ്പോ കൂടെ പോയ ഭൃത്യൻ അത്ഭുതപ്പെടുകയാണ്. ഇതെന്ത് യാന്ത്രികതയാണ്, മാന്ത്രികതയാണ്. നല്ല മൂല്യം പറയുന്ന ചരക്ക് വാങ്ങാൻ ആളില്ല, ന്യൂനത പറയുന്ന ചരക്ക് വാങ്ങാൻ ആളുണ്ട്. ഇതെന്തു മാസ്മരികതയാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യാപാരം കഴിഞ്ഞ് അത്ഭുതങ്ങൾ ഒരുപാട് മൈസറയുടെ മനസ്സകത്തിൽ അടയാളപ്പെടുത്തി. കഴിഞ്ഞ കച്ചവടങ്ങളിൽ ഒന്നുമില്ലാത്ത ലാഭത്തോടെ സാധാരണ സിറിയയിലേക്ക് കച്ചവടത്തിന് പോയാൽ നല്ല നല്ല കച്ചവടക്കാര് കച്ചവടമൊക്കെ കഴിഞ്ഞ് നല്ല ലാഭമൊക്കെ കിട്ടിയാൽ വൈകുന്നേരം 4 ലിറ്ററൊക്കെ ഒന്ന് അടിച്ചിട്ട് രസിച്ചിട്ടേ വരാറുള്ളൂ. പക്ഷേ ഹബീബ് ആ മേഖലയിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. സാത്വികമായ ജീവിതത്തിലൂടെ മദ്യ സംസ്കാരത്തിന്റെ മുമ്പിൽ നിന്ന് വൃത്തിയുള്ള സംസ്കാരത്തെ അടയാളപ്പെടുത്തിയ നേതാവ് സറാപാചമന് ഹേ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ मदीना है फरिश्तों की ज़बान पर भी तराना नूर का फर्श से तारश आज़म है उजाला नूर का मरहबा सल्ली अला क्या रंग निखरा नूर का. കാരണം എവിടെയും വെളിച്ചം പകർന്ന നേതാവാണ്. അർശിന്റെ കമാനങ്ങളിൽ വെളിച്ചം പകർന്ന നേതാവ്, ഭൂമിയുടെ വിധാനങ്ങളിൽ പ്രഭ വിതറിയ നേതാവ്, ഇരുട്ടുള്ള താഴ്വരകളിൽ വെളിച്ചം പകർന്ന നവോത്ഥാന നായകൻ, അടിമക്കമ്പോളത്തിൽ കിടന്നവരെ അരമനയിലെ രാജാക്കളാക്കിയ മാറ്റിയ വിപ്ലവത്തിന്റെ നേതാവ്, അരുതായ്മയുടെ ആഴിയിൽ നിന്ന് ആദരവിന്റെ ആഠ്യത്വത്തിലേക്ക് വളർത്തിക്കൊണ്ട് വന്ന നേതാവ്, അധോഗതിയുടെ ഗമനത്തിൽ നിന്ന് ഉന്നതിയുടെ ഉദ്ഗമനത്തിലേക്ക് കൊണ്ടുപോയ നേതാവ്, അതുല്യമായ ധർമ്മ വിപ്ലവത്തിലൂടെ മാനവികതയുടെ മനതലങ്ങളെ മഹോന്നതമായി ക്രമീകരിച്ച് രാജസിംഹാസനങ്ങൾ ഒരുക്കിയ അതുല്യ പ്രതിഭാസമാണ് മദീനയിലെ രാജാവ്. ഹബീബേ ഖുദാ വറൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്.
മൈസറ പറഞ്ഞു, ഒരുപാട് യാത്രകൾ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരാളുടെ കൂടെ സഞ്ചരിച്ചിട്ടില്ല. ലമ്മറഖത്തു ഐനി, എന്റെ കണ്ണുകൾ ഇതുപോലൊരാളെ കണ്ടിട്ടില്ല, ഇതുപോലൊരാളോടൊപ്പം ഞാൻ സഞ്ചരിച്ചിട്ടില്ല. എന്റെ സഞ്ചാരമാരുടെ കൂടെയാണ്? ലോകഗുരുവിന്റെ കൂടെയാണെന്ന് അദ്ദേഹത്തിനറിയില്ലെങ്കിലും അത്ഭുതങ്ങൾ പങ്കുവെക്കുകയാണ്. ഞാൻ പോയത് സാധാരണക്കാരന്റെ കൂടെയല്ല. യാത്രാ വിവരണങ്ങൾ മുഴുവനും നടത്തിക്കൊടുത്തപ്പോ കച്ചവട കാര്യങ്ങൾ മുഴുവനും കൃത്യമായി നോക്കാൻ സത്യസന്ധനായ ഒരാൾ, ഇതുവരെ ഒരുപാട് ആളുകളുടെ കൂടെ പോയ എന്റെ നീണ്ടകാല സേവകൻ മൈസറയുടെ വർത്തമാനം വെറുതെയാകാൻ തരമില്ല. ഹബീബിന്റെ ദേഹീയമായ ഘടനയും അവിടുത്തെ ആത്മീയമായ പ്രഭാവങ്ങളും ഒരുപോലെ മൈസറയങ്ങ് പങ്കുവെച്ചപ്പോ അതാ ഖദീജത്ത് ബിന്ത് ഖുവൈലിദിന്റെ മകളുടെ മനസ്സിൽ ഒരു വിചാരം. ഖുവൈലിദ് മരിച്ചുപോയി, വലിയ കച്ചവടക്കാരനാണ്, ഹർബുൽ ഫിജാറിലാണ് മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. ഫിജാർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അവിടെ പറയുന്നുണ്ട്. അമ്മാവന്മാരുടെ കൂടെ പങ്കെടുത്തത് അത് ഹബീബിന്റെ ജീവചരിത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിദ്യാർത്ഥിയായ ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം ഒരു 5 വർഷമായി കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ ദിവസം. ഈ വർഷം ഹബീബ് ഉഹദ് വരെ എത്തിയിടത്താണ് നമ്മുടെ അധ്യായം നിന്നത്. അതിന്റെ സീഡികൾ ഏകദേശം ഒരു 70-ഓളം സീഡികളുണ്ട്. അതിലൂടെ ഹബീബിന്റെ ജീവചരിത്രത്തോടൊപ്പം സഞ്ചരിക്കാം. അതിൽ കാണാം ഹർബുൽ ഫിജാറിൽ ഹബീബിന്റെ ഇടപെടലുകൾ, ഉദയവും ഉയർച്ചയും എന്ന 14 വോള്യമുള്ള സീഡിയിൽ അത് പരാമർശിച്ചിട്ടുണ്ടാകണം. ഏതായാലും ആ ഹബീബ് നമ്മുടെ ഹൃദയത്തിന്റെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, സ്വകാര്യതയുടെ തീവ്രതയിൽ നിൽക്കുമ്പോഴും പങ്കുചേരാനുള്ള സ്നേഹസാഗരത്തിന്റെ സാരഥിയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. റമളാനിന്റെ പുണ്യരാവിൽ കോഴിക്കോട് കടപ്പുറത്തിന്റെ ചാരത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലിരിക്കുന്ന വിശ്വാസികളുടെ അധരങ്ങൾ സ്വലാത്ത് കൊണ്ട് ചലിക്കുമ്പോ മദീനയുടെ അന്തരീക്ഷത്തിൽ അതിന്റെ പ്രകമ്പനമുയരും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറു ശരീഫിന്റെ ചാരത്ത് നിൽക്കുന്ന വിശുദ്ധ മലക്ക് വിളിച്ചു പറയും, ഓ ഹബീബേ, കോഴിക്കോടുള്ള അബ്ദുൽ ഖാദർ ഇബ്നു അബ്ദുറഹ്മാൻ, സുലൈമാൻ ഇബ്നു അബ്ദുറഹ്മാൻ, ഓരോരുത്തരുടെയും പിതാവിന്റെ പേരടക്കം എണ്ണി പറഞ്ഞിട്ട് പറയും, അതാ രാത്രിയിൽ തറാവീഹ് കഴിഞ്ഞ് ഹബീബിന്റെ പ്രകീർത്തനം പറയുന്ന വേദിയിൽ ഇരുന്നു കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൃത്യമായ വിലാസത്തോടെ സ്വലാത്ത് എത്താറുണ്ട് ഹബീബിലേക്ക്. മാമിൻ അഹദിൻ യുസല്ലിമു ഇലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫറുദ്ദു അലൈഹി സലാം ഔ കമാ ഖാൽ. നിങ്ങൾ ഓരോരുത്തരും സലാം പറയുമ്പോൾ എൻ്റെ ആത്മാവെന്നിലേക്ക് മടക്കപ്പെടുന്നുണ്ട്. ഞാൻ സലാം നിങ്ങൾക്ക് പ്രത്യഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിളു സുയൂത്തിയുടെ വിശദീകരണം, എല്ലാ സമയവും ഖബറിൽ ജീവിക്കുന്ന നേതാവ് ഹയ്യുൻ ഫീ ഖബരിഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ ഒന്ന് ജീവിത കൂട്ടുകാരനായി കിട്ടാൻ ഖദീജയുടെ സ്വപ്നം. പൊന്നു പെങ്ങളെ, ഇവിടെ ചിലതെന്റെ കൂട്ടുകാരികളോട് പറയാനുണ്ട്. നമ്മുടെ സ്വപ്നം എന്താണ്? എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനായി വരുന്നവൻ ഒരു പണച്ചാക്കുകാരൻ, ഒരു ഗൾഫുകാരൻ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു MBA-കാരൻ, ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ, ഒരു നല്ല ഗ്രേഡിൽ ജീവിക്കുന്നവൻ. ഈ സ്വപ്നങ്ങളാണോ മോളെ നീ താലോലിക്കുന്നത്? താൽക്കാലികതയുടെ സ്വപ്നങ്ങളിൽ നിന്റെ സങ്കല്പങ്ങൾ കുരുങ്ങാൻ പാടില്ല. നീ ആലോചിക്കണം,
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ഭൗതിക ലോകത്തെ സ്വർഗം പങ്കുവെക്കാൻ പോവുകയാണ്. പക്ഷേ താൽക്കാലികതയുടെ സ്വർഗത്തിലേക്കോ തോഴനായാൽ പോരാ, എന്നെ നാളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഹബീബിന്റെ ചാരത്തു ചേർക്കാൻ പറ്റുന്ന ഒരാത്മീയതയുടെ നിർഭാവമുള്ള കൂട്ടുകാരനാകണമെന്ന് പെങ്ങളെ ആലോചിച്ചിട്ടുണ്ടോ? നീ ആലോചിക്കുന്നത്, വിവാഹപ്രായമെത്തിയ പെങ്ങന്മാര് ആലോചിക്കുന്നത്, കൈപിടിച്ച് പറക്കാൻ പറ്റുന്ന ഒരുത്തൻ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ. മോളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ നിന്ന് വരേണ്ടത് എന്റെ കൈപിടിച്ച് ഭൗതിക ലോകത്ത് സന്തോഷം നൽകുന്നവൻ മാത്രമല്ല, നാളെ പറുദീസയിലെ പരവതാനിയിലൂടെ പുണ്യ നബിയുടെ ചാരത്ത് കൊണ്ട് നിർത്താൻ പറ്റുന്നവൻ അവനാകണം എന്റെ ഭർത്താവെന്ന സങ്കല്പം വരണേ പെങ്ങളെ. അവിടെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പകർത്തേണ്ടത്. സ്വർഗത്തിലെ രാജാവിനെ കൂടെ കിട്ടണമെന്ന് രാജ്ഞിയാകാനുള്ള മോഹം കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്. അപ്പോഴോ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ലോകം, ഇഷ്ടമുള്ളവൾ ഇഷ്ടമുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ലോകം, സീമകൾ മുഴുവനും ലംഘിക്കപ്പെട്ട ലോകം, ധർമ്മത്തിന്റെ വേലികൾ മുഴുവനും തമസ്കരിക്കപ്പെട്ട ലോകം, ശാന്തിയുടെ വേലിക്കെട്ടുകൾ മുഴുവൻ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ ലോകം, പുരുഷന്റെ നെഞ്ചത്തൂടെ പെണ്ണ് വണ്ടി ഓടിക്കുന്ന കാലം, ഭർത്താവിന്റെ പെരുമാറിലൂടെ ബൈക്ക് പായിക്കുന്ന പെണ്ണുള്ള കാലം. അല്ല മോളെ, സംസ്കാരത്തിന്റെ വഴിയിലേക്ക് വരണം, സംസ്കൃതിയുടെ വഴികളെ നീ പഠിക്കണം. അവിടെയാണ് കാണാൻ പറ്റുന്നത് വർത്തക പ്രമുഖയായ സമ്പന്ന അംഗീകരിക്കപ്പെടുന്ന ഒരാളുടെ മകൾ ആ അറബ് രാജ്യത്തെ എല്ലാ VIP-കളും ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഖദീജാനെ ഒന്ന് കിട്ടിയെങ്കിൽ. അബൂലഹബ് ചിന്തിച്ചു പോയി, ഉത്ബത്ത് ആലോചിച്ചു പോയി, ശൈബത്ത് സ്വപ്നം കണ്ടുപോയി. പലരും പ്രപ്പോസൽ നടത്തി, ഖദീജ നീ ഞങ്ങളുടെ ഭാര്യയാകാൻ തയ്യാറാണോ? അവളുടെ ശരീരം കണ്ടുകൊണ്ട് മാത്രമല്ല, സമ്പന്നയാണ്, കുലീനയാണ്, സമ്മതയാണ്, എല്ലാമുള്ള പെണ്ണിനെ കിട്ടണമെന്ന ആശയിൽ പലരും ആലോചന നടത്തിയെങ്കിലും വിസമ്മതം പറഞ്ഞപ്പോഴാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരാലോചന നടത്തണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല അത്യാവശ്യം അറിയപ്പെടുന്ന പെണ്ണാ, അതുകൊണ്ട് നേരിട്ട് പോയെന്ന് ചോദിച്ചാലോ, എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന്. ആ സംസ്കാരം ജാഹിലിയത്തിൽ പോലും ഇല്ല എന്നാ മനസ്സിലാവുന്നത്. ഉടനെ വിളിച്ചു, പിതാവില്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെ വിളിച്ചു, അംർ ബിൻ അസദിനെ വിളിച്ചു. അതിനു മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം അറിയണമല്ലോ. നഫീസ ബിന്ത് മുനയ്യത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ പോയിട്ടൊന്ന് അന്വേഷിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം നടന്നിട്ടില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമറിയാൻ അന്വേഷണത്തിന് വിട്ടപ്പോ ഹബീബ് പറഞ്ഞു, അബൂ താലിബ് എന്നവരോട് ആലോചിക്കണം. അപ്പോഴാണ് അംർ ബിൻ അസദിനെ ഏർപ്പാട് ചെയ്തു. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടൊന്ന് അന്വേഷിക്കുമോ? അംർ ബിൻ അസദ് ചോദിച്ചു, മോളെ നിനക്ക് ഇത്ര പ്രായമായി, അദ്ദേഹത്തിന് 25 വയസ്സേ ഉള്ളൂ, നിനക്ക് 40 വയസ്സുണ്ട്. പക്ഷേ നീയും അദ്ദേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹം ഒരു യതീമാണ്, അദ്ദേഹത്തിന്റെ ഉമ്മയില്ല, വാപ്പയില്ല, അദ്ദേഹം സമ്പന്നനല്ല. നീ ഇവിടുത്തെ അറിയപ്പെട്ട സമ്പന്നയാണ്, കുലീനയാണ്. നിനക്ക് വേണോ അങ്ങനെ ഒരു പാവപ്പെട്ടവനെ ഭർത്താവായി? അപ്പോഴാണ് അംർ ബിൻ അസദിനോട് പറഞ്ഞു, ഞാൻ നോക്കുന്നത് അദ്ദേഹത്തിന്റെ സമ്പന്നതയല്ല, സമ്പാദ്യമല്ല, ഞാൻ അദ്ദേഹത്തിൽ ചിലത് കാണുന്നുണ്ട്. ഒന്ന് വിശ്വസ്തനാണ്, രണ്ടാമത്തത് വാഗ്ദത്ത പ്രവാചകനാണ്. അംർ ബിൻ അസദിന് വേദക്കാരുടെ വാക്കൊന്നും കേൾക്കാൻ പറ്റൂല. ഇത് ജൂത ക്രിസ്ത്യാനികൾ പറയുന്ന ഉമ്മാക്കിയാണ്. നീ ഇതിൽ പെട്ടുപോയോ പെണ്ണേ എന്നാണ് ചിന്തിക്കുന്നത്. എന്നാലും ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് നീയൊന്ന് വിവാഹിതയാകണം. അതുകൊണ്ട് മോളെ ഖദീജ ഞാൻ അന്വേഷിക്കാം.
കുടുംബപരമായി നോക്കിയാൽ നല്ല വ്യക്തിയാണ്, സത്യസന്ധത നോക്കിയാൽ വിശ്രുതനാണ്. ഏതായാലും അബൂ ത്വാലിബിനോട് ചർച്ച ചെയ്തു. രണ്ടുപേരും സമ്മതിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണഗണങ്ങൾ പറഞ്ഞു. രണ്ടുപേരും സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ ഖദീജ ബിന്തു ഖുവൈലിദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജയെ സ്വീകരിക്കാനും തയ്യാറായി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകളൊക്കെ നടന്നു. അവസാനം വിവാഹത്തിന്റെ മുഹൂർത്തം അടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകായോഗ്യമായ വിവാഹത്തിന്റെ കാർമേഘങ്ങൾ, കാരുണ്യത്തിന്റെ മേഘങ്ങൾ അടുത്തുകൂടുകയാണ്. അപ്പോഴാണ് ഇടയിൽ വെച്ചുകൊണ്ട് പറയുന്നു, യാ മഅ്ശറ നിസാഇ ഖുറൈശ്. കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ഒരു ജൂതപാതിരി വിളിച്ചു പറയുകയാണ്, അല്ലയോ ഖുറൈശി പെണ്ണുങ്ങളെ, വാഗ്ദത്ത പ്രവാചകൻ വരാനായി. ആ വാഗ്ദത്ത നബിയുടെ വിരിപ്പാകാൻ ഇഷ്ടമുള്ളവർ ആരാണ്? ശ്രമിച്ചോളൂ സ്ത്രീകളെ എന്ന് വിളിച്ചു പറയുമ്പോ ആ ജൂതപാതിരി ഖദീജത്തുൽ കുബ്രായുടെ മുഖത്തേക്കൊന്നു നോക്കിയിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. അവിടെ നിന്ന് ഖദീജ നാണത്തോടെയാണ് മടങ്ങി വന്നതെന്നും അടയാളപ്പെടുത്തുന്നു. അങ്ങനെയുള്ള മുന്നറിയിപ്പുകളോടെ നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം അടുക്കുന്നു. ചർച്ചകളെല്ലാം മുറുകി രണ്ടു പക്ഷത്തു നിന്നും ആളുകളെത്തി. 10-12 ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പിതൃവ്യന്മാരോടൊപ്പം ഹബീബ് എത്തി. അവരുടെ ഇടയിലേക്ക് അബൂ ത്വാലിബ് എഴുന്നേറ്റു നിൽക്കുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ, മൂല്യങ്ങളില്ലാത്ത കാലത്ത്, സംസ്കാരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജത്തുൽ കുബ്രായുടെയും വിവാഹാലോചനകൾ നടന്നു. കാലമേ മാറിയിരിക്കുകയാണ്. ജാഹിലിയത്തിന്റെ പുനരാവർത്തനങ്ങൾക്ക് സാക്ഷിയാകുന്ന മുസ്ലിം ലോകമാണിവിടെ. വിവാഹാലോചന മുഴുവൻ മുതൽ അനാചാരം തലയിൽ വലിച്ചു കയറ്റുന്ന തലമുറകളാണിവിടെ. പണ്ഡിത കുടുംബമെന്നോ പാമര കുടുംബമെന്നോ പണക്കാരെന്നോ പണമില്ലാത്തവരെന്നോ വ്യത്യസ്തതയില്ലാതെ ഒരുപാട് അനാചാരങ്ങളെ വലിച്ചു കയറ്റുന്ന പുതിയ വിവാഹ സംസ്കാരത്തിന്റെ ഇരകളെ നമ്മുടെ മാതൃകയാരാണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഉത്തമമായ മാതൃകയുടെ മണിമകുടമണിഞ്ഞ് മദീനയുടെ ഗുംബദേ ഖസ്റാഇന്റെ താഴെ വിശ്രമിക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പുതിയാപ്പളയും കൊണ്ട് പുതിയാപ്പളയുടെ സംഘം വന്നു. وحضر معه أعمامه فيهم أبو طالب والعباس وحمزة. അബ്ബാസ് എന്നവരും ഹംസത്തുൽ കറാറും എല്ലാവരുമുണ്ട്. അങ്ങനെ എതിർപക്ഷത്തുള്ള പെണ്ണിന്റെ വീട്ടുകാരുമെല്ലാം ഉള്ളപ്പോഴാണ് അബൂ ത്വാലിബ് എഴുന്നേറ്റ് നിന്നു. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യതി ഇബ്രാഹീം വസർഇ ഇസ്മാഈൽ വളിഇ മഅദ് وعنصر مضر وجعلنا حضنة بيته وسوى سهرمه وجعل لنا بيتا محجوجا وحرما آمنا وجعلنا حكام الناس. അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാണ്. ഹംദ് കൊണ്ട് തുടങ്ങുന്ന വിവാഹത്തിന്റെ ഖുതുബയാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യതി ഇബ്രാഹീം. അബ്രഹാം നബിയുടെ വേദക്കാരുടെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് വസർഇ ഇസ്മാഈൽ, ഇസ്മായിൽ നബിയുടെ താഴ്വരയിലൂടെ
മഅദ് എന്ന ഗോത്രത്തിലൂടെ, മുദർ എന്ന ശാഖയിലൂടെ, എന്നിട്ട് വജഅലനാ ഹളനത ബൈതിഹി, അല്ലാഹുവിന്റെ വീടിന്റെ പരിചാരകരായി അല്ലാഹു നമ്മളെയാക്കി. അവന്റെ ഹറമിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവരായി, അൽ ഖായിമീന ബിഖിദ്മതിഹി, അതിന്റെ സേവകരാക്കി മാറ്റി. വജഅല ലനാ ബൈതൻ മഹ്ജൂജാ, ഹജ്ജ് ചെയ്യപ്പെടുന്ന വീട് നമ്മുടെ കയ്യിലാണ്. വഹറമൻ ആമിനാ, സുരക്ഷയുടെ ഭൂമി നമ്മുടെ കയ്യിലാണ്. വജഅലനാ ഹുക്കാമൻ നാസ്, ജനങ്ങളുടെ വിധികർത്താക്കൾ ഞങ്ങളാണ്. പ്രശ്നമുണ്ടായാൽ ഞങ്ങളോടാണ് തീർപ്പ് കൽപ്പിക്കാൻ വരിക. ഇന്നബ്ന അഖീ ഹാദാ, എന്നിട്ട് പറയാണ്, എന്റെ അനുജന്റെ മകനാകുന്ന ഈ നിൽക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്. അബൂ ത്വാലിബ് പറയുകയാണ്, ലാ യൂസനു ബിഹി റജുലുൻ ഇല്ലാ റജഹ ബിഹി ശറഫൻ വനബലാ, ഏതൊരാണിനോട് തൂക്കി നോക്കിയാലും മികച്ചു നിൽക്കുന്ന ഗുണങ്ങളുടെ നേതാവാണ്. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ, ആരോട് വെച്ച് നിങ്ങൾ നോക്കിയാലും മാന്യതയിലും സത്യസന്ധതയിലും സുമുഖതയിലും സൗന്ദര്യത്തിലും എല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ്. പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പുള്ള സംഭവമാണ്. 25-ാമത്തെ വയസ്സാണ് ഞാൻ വായിക്കുന്നത്. ബുദ്ധിയിലും ശ്രേഷ്ഠതയിലും, സാമ്പത്തികമായി അല്പം പിന്നിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അബൂ താലിബിന്റെ ദിഷണയാർന്ന വിശദീകരണം, ഫൈനൽ മാല ദില്ലുൻ സായിൽ, ഇന്നൽ മാല ദില്ലുൻ സായിൽ, സമ്പത്ത് മാറി സഞ്ചരിക്കുന്ന നിഴലാണ്. ചിലപ്പോ നിഴൽ ഇങ്ങോട്ട്, ചിലപ്പോ നിഴൽ അങ്ങോട്ട് മാറി സഞ്ചരിക്കുന്ന നിഴലാണ്. ചിലപ്പോ ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രൻ, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ആഢ്യൻ, അങ്ങനെയൊക്കെ ആകാം. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ പരാതിയില്ല. വഖദ് ഖതബ ഇലൈക്കും റഗബതൻ ഫീ കരീമതികും ഖദീജ, നിങ്ങളിൽ മാന്യയായ നല്ലവളായ നല്ല ഗുണങ്ങളുള്ള ഖദീജയിലേക്ക് ഞങ്ങൾ കെട്ട് ആലോചിക്കുകയാണ്. എന്നിട്ട് 480 ദിർഹം മഹറായി വെച്ചുകൊണ്ട് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയെ വിവാഹം പറയുന്നു. 480 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹറായി നൽകിക്കൊണ്ട്, ഇതാ നിങ്ങളുടെ കൂട്ടത്തിലെ ഖദീജയെ, വർത്തക പ്രമുഖയായ നല്ല കച്ചവടക്കാരിയും സമ്പന്നയുമാണ്, ഞങ്ങൾക്ക് പണത്തിൽ മൂല്യം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. 480 ദിർഹം ഹബീബ് കൊടുത്തിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവാഹം നടത്തുന്നു. അപ്പോഴുണ്ട് അപ്പുറത്തുണ്ട് പണ്ഡിതന്മാർ. ആരാരാണ്? വറഖത്ത് ബിൻ നൗഫൽ നല്ല വേദപണ്ഡിതനാണ്. മാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനാണ്. ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെന്ന് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കുന്ന സമയത്ത് അടുത്തുകൂടി നടന്നിരുന്നു എന്ന് ചില വ്യാഖ്യാനങ്ങളിലുണ്ട്. ഏതായാലും വറഖത്ത് ബിൻ നൗഫലിനെ കുറിച്ച് നല്ലൊരു ചരിത്രഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ മുതഅല്ലിമീങ്ങൾക്കൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. ഏതായാലും ശരി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞ് ഓതിക്കഴിഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ എഴുന്നേൽക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ കമാ ദകർത വഫളലനാ അലാ മാ അദത്ത ഫനഹനു സാദത്തുൽ അറബി, ഞങ്ങൾ അറബികളുടെ നേതാക്കളാണ്, രാജാക്കളാണ്. വഅൻതും അഹ്ലു ദാലിക കുല്ലി, നിങ്ങൾ ആ പറഞ്ഞതിന്റെ മുഴുവനും അർഹരാണ്. ലാ യുൻകിറുൽ അറബു ഫളലകും, നിങ്ങളുടെ മഹാത്മ്യം അറബികൾ നിഷേധിക്കുകയില്ല, എല്ലാമാണ്. പക്ഷേ എന്നിട്ട് വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ടുവരുന്ന സംസ്കാരമുള്ള കാലം, വഴിയിലൂടെ പോകുന്ന പെണ്ണിനെ ആക്രമിക്കുന്ന കാലം, ആ കാലത്താണ് മാന്യരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകായോഗ്യമായ വിവാഹം നടക്കുന്നത്. ഫഷ്ഹദൂ അലയ്യ
വറഖത്ത് ബിൻ നൗഫൽ പറയാണോ, ജനങ്ങളെ നിങ്ങൾ സാക്ഷി നിൽക്കണം. ഫഷ്ഹദൂ അലയ്യ മഅശറ ഖുറൈശ് അന്നീ ഖദ് സവ്വജ്തു ഖദീജത ബിൻത് ഖുവൈലിദ് മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വദക്കറൽ മഹ്റ. മഹർ പറഞ്ഞിട്ട് നിക്കാഹ് അങ്ങ് നടത്തി കൊടുക്കുന്നു വറഖത്ത് ബിൻ നൗഫൽ. ഖുത്ബോദിയതാരാണ്? അബൂ താലിബാണ്. നിക്കാഹ് കഴിച്ചു കൊടുത്തതാരാണ്? വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദപണ്ഡിതനാണ്. തൗറാത്ത് അറിയുന്ന ആളാണ്. ഹബീബിനെ തിരിച്ചറിഞ്ഞ ആളാണ്. ഇന്നോ നാളെയോ വറഖത്ത് ബിൻ നൗഫലിലേക്ക് നമ്മൾ വരുന്നതാണ്. അന്തില്ലദീ സ്വദ്ദഖതി അഹ്മദ ബിൽ ഹുദാ ഫഗദൗതി ബിൽ ഈമാനി ഉലൽ മുസ്ലിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴുണ്ട് അസൂയമൂത്ത വിഘടിതർ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹയെ വധുവായി കിട്ടിയപ്പോൾ അസൂയമൂത്ത ഒരു പറ്റ ആളുകളുണ്ട് അവിടെ. അവരെല്ലാം പണ്ട് ഖദീജ ബീവിയെ വിവാഹാലോചന നടത്തിയവരാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പൊ അവര് ദാറുന്നദുവയിൽ കൂടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു. ദാറുന്നദുവയിൽ കൂടിയിട്ടുള്ള സമ്മേളനം, നമ്മൾക്ക് കിട്ടാത്ത ആ ഭവതിയെ ആ മനുഷ്യന് കിട്ടിയിരിക്കുന്നു. ആ പെണ്ണിനെന്താ ഭ്രാന്താണോ? ആ പെണ്ണിനെ ഭ്രാന്ത് പിടിച്ചതാണോ? നമ്മളൊക്കെ ഇവിടുത്തെ വലിയ മുതലാളിമാരിങ്ങനെ ഇരിക്കുമ്പോ, നല്ല പണക്കാരിവിടെ ഇരിക്കുമ്പോ, ഒരു പണവും ഇല്ലാത്ത എത്തിയും കുട്ടിയാണോ കിട്ടിയത് എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്ന വർത്തമാനം ഖദീജ ബിൻത് ഖുവൈലിദ് അറിയുകയാണ്. അതാ അബൂലഹബിന്റെയും അബൂജഹലിന്റെയും അധ്യക്ഷതയിലുള്ള മീറ്റിങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടാത്ത ഖദീജയെ മുഹമ്മദ് നബിക്ക് മുഅല്ലമീന് കിട്ടിയോ? അന്ന് പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം നടന്നിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ആലോചിച്ചു, ഇതിന് നല്ലൊരു മറുപടി കൊടുക്കാൻ എന്താ ചെയ്യാ? അതിനു വേണ്ടി ഒരു കാര്യം ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ നല്ലൊരു സദ്യ ഒരുക്കി. എന്നിട്ടൊരു ദൂതനെ വിട്ടു. അല്ല, നിങ്ങൾ ചെന്നിട്ട് അബൂലഹബിനെ വിളിക്കണം, അബൂജഹലിനെ വിളിക്കണം, ഉത്ബത്തിനെ വിളിക്കണം, ഷൈബത്തിനെ വിളിക്കണം, വലീദ് ബിൻ മുഗീറയെ വിളിക്കണം, ദാറുന്നദുവയിലെ മീറ്റിങ്ങിന് വന്ന എല്ലാവരെയും വിളിക്കണം എന്ന് വിളിച്ചപ്പോ അബൂലഹബ് പറഞ്ഞു, ഞാൻ പോവില്ല, എന്തോ ഒരു ചതീതിന്റെ പിന്നിലുണ്ടാകും. അബൂലഹബ് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു, ഖദീജ ഖുവൈലിദിന്റെ മകളാണ്, നല്ല വർത്തക പ്രമുഖയുടെ മകൾ, നല്ല കച്ചവടക്കാരി. നാളെ ചിലപ്പോ നല്ല വല്ലതും നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വന്നാലോ, നമുക്കൊന്ന് പോയേക്കാം. അവസാന സദ്യക്ക് വേണ്ടി വന്നിരുന്നു, മദ്യം കാണാനില്ല. അവര് പറഞ്ഞു, ഈ സദ്യക്ക് ഒരു രസമില്ല, ബാക്കി എല്ലാം ഉണ്ട്, പക്ഷേ മദ്യമില്ലല്ലോ, അത് നമുക്ക് തിരിച്ചു പോയിട്ട് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അരമനയുടെ അകത്തളത്തിൽ നിന്ന് രാജാത്തിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ അതിഥികളോട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണേ, ഒരു കാര്യം പറയാനുണ്ട്.